ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെ പോലെ സുപ്പുതീ കുഞ്ഞ് അടുക്കളയിലോട്ട് കയറിയേക്കുകയാണ്. രാവിലെ കയറിയിട്ട് ഏകദേശം ഒരുവിധമൊക്കെ ആയി. ചോറൊക്കെ വെന്തു, രാവിലെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴതേ ഇന്ന് കുറിച്ചിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോഴും ഞാൻ വിചാരിച്ചു മാങ്ങയിട്ട് പറ്റിക്കാം. അപ്പോഴേ ആ പറ്റിയിലാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് ഞാൻ മക്കളുണ്ടല്ലോ ഇന്ന്, അപ്പോഴും കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപാടിയൊക്കെ നമുക്ക് ആരംഭിച്ചാലോ. അപ്പോഴെല്ലാവരും ഓടിവായോ, സുപ്പൂൻ്റെ കുഞ്ഞടുക്കളയിലോട്ട് ഓടിവായോ. ഞാൻ നേരത്തെ കുക്കിങ്ങൊക്കെ കാണിക്കുമായിരുന്നു കേട്ടോ. കുക്കിങ് ഒന്നും അത്ര വിജയിച്ചില്ല. ഇല്ല, കുക്കിംഗ് ഒന്നും അത്ര പെൺപിള്ളേർക്കൊന്നും ഇഷ്ടമല്ലെന്നൊന്നുമില്ല. വെച്ചാൽ അവരും അതുമാതിരി കിടന്ന് അടുക്കളയിൽ കിടന്ന് ഉള്ളി തള്ളിയൊക്കെ നടക്കുമല്ലേ. അതുകൊണ്ട് അത്ര പോരാന്ന് തോന്നി കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്കും മടിയായപ്പോൾ ഞാനും അതങ്ങ് നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു വല്ലപ്പോഴും ഒക്കെ നമുക്ക് കുക്കിങ്ങും ഒക്കെ ഒന്ന് കാണണ്ടേ അല്ലേ. ഈ സുപ്പുവിൻ്റെ ഓമയ്ക്ക തോരനും ചമ്മന്തിയും ഉണക്കമീൻ ഫ്രൈയും ഒക്കെ ഒന്ന് കാണണ്ടേ. ഉണക്കമീനല്ല കേട്ടോ, പച്ചക്കുറിച്ചിയാണ്. ഇനി സാമ്പാർ അവിയൽ. ഞാൻ മീൻ വെട്ടിയിട്ടാണ് പോയി കുളിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് മീൻ വെട്ടുന്നതിനോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോഴേ ഇതിന് മസാലയും പുരട്ടിയൊക്കെ വെച്ചിട്ട് പോയാൽ അത് അവിടെ ഇരുന്നങ്ങോട്ട് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. നമുക്ക് വേഗം എളുപ്പം നമ്മുടെ പരിപാടിയൊക്കെ നടക്കുമല്ലോ. മീൻ ഫ്രൈ ഒന്നും ഇല്ല, ഉണ്ടാക്കുവാണെങ്കിൽ മക്കൾക്ക് മാത്രം. ഞങ്ങളൊന്നും അങ്ങനെ കഴിക്കത്തില്ല. എല്ലാവർക്കും BP പ്രശ്നങ്ങൾ കാര്യങ്ങൾ ആയതുകൊണ്ട് ഇവിടെ അതുമല്ല നമ്മുടെ വെളിച്ചെണ്ണക്കുട്ടന് വില കൂടിയത് കൊണ്ട് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചേക്കാണ് കൂട്ടുകാരെ. പപ്പട വറപ്പ് അതിനൊക്കെ അവിടെ കിടന്ന് മൂക്കട്ടെ, ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേ രാവിലെ നമുക്ക് കാപ്പി എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു അറിയാമോ. ഇത് ഞങ്ങൾ 3 സൈസ് കാപ്പിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പഴവും, സരസുവിന് അപ്പവും, പിന്നെ ഞാൻ മുളക് ഒക്കെ ഇട്ട ഒരു അമ്മയ്ക്ക് ഇഷ്ടമാട്ടോ അത് കൊടുത്തു. പിന്നെ ഒരു മുട്ടയും പുഴുങ്ങി കൊടുത്തു. പിന്നെ ഞങ്ങൾ ചീനി പുഴുങ്ങി, ചീനി മുളക് ചമ്മന്തി. 3 സൈസുള്ള കാപ്പിയായിരുന്നു ഇന്ന് കേട്ടോ. അത് ചോറായി. ഇവനിവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ, അവനവിടെ കിടന്ന് വറ്റട്ടെ നമ്മുടെ മീൻ പറ്റിച്ചത്. ഇനി സാമ്പാറിന് അരിയണം, അവിയലിന് അരിയണം, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് വേഗം പരിപാടിയിൽ പോയിട്ട് വരാം കേട്ടോ. സരസുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പം വയ്യാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അപ്പോഴേ നമുക്ക് മീൻ വറുത്തതൊക്കെ വറക്കുന്നതൊന്ന് അടച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആകെ കോലാഹലമാവും കേട്ടോ. വറക്കാനുള്ള ഇങ്ങനെ വെച്ചിട്ടേ പോയി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ തന്നെ വേണം ഇവിടെ എല്ലാം ക്ലീൻ ആക്കാൻ. എനിക്കിഷ്ടമല്ല കേട്ടോ എണ്ണ ഇങ്ങനെ തെറിച്ച് പോകുന്നതിനോട് അത്ര താല്പര്യമില്ല. ഞാൻ തന്നെ വേണം ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ. അങ്ങനെ നമ്മുടെ മീൻകുട്ടൻ പറ്റി വന്നു. ഈ സമയമായല്ലോ ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഞാനേ നമ്മുടെ സാമ്പാറിന് അവിയലും ഇങ്ങനെ ഒന്ന് വേഗം പോയി ഒന്ന് അരിഞ്ഞോട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡിയായി കൂട്ടുകാരെ. കാണുന്നു, കുറിച്ച് പറ്റിച്ചത്. നമ്മൾ ഇളക്കരുത്, സ്പൂണിട്ട് ഇളക്കരുത്. പിന്നെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഫ്രൈ ഒരു വശം റെഡിയായി, തിരിച്ചിടണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഇച്ചിരി കടിഞ്ചായ വേണം കേട്ടോ. എൻ്റെ തീയെ വന്നിട്ടുണ്ട്, അതിനെ പുള്ളിക്ക് ഇച്ചിരി കടിഞ്ചായ വേണം. അപ്പോൾ കടിഞ്ചായ ഒരെണ്ണത്തിനകത്തോട്ട് വെച്ചേക്കുക. 3 അടുപ്പ് നമുക്ക് കത്തിക്കാം. പക്ഷേ എനിക്ക് പേടി, ചിലപ്പോൾ 3 എണ്ണം കൂടെ ഞാൻ ഒരുമിച്ച് കത്തിക്കത്തില്ല കേട്ടോ. 2 എണ്ണം കത്തിക്കും. ഒരെണ്ണത്തിനകത്ത് ഈ സാമ്പാറിന് ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നു. നമ്മുടെ ഈ കുറിച്ചിക്കുട്ടനെ ഒന്ന് തിരിയിടാം. അവൻ തന്നെ തിരിയത്തില്ല, ഞാൻ തിരിച്ചിട്ടേ അവൻ തിരിയും. ഞാനിങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. തിരിച്ചിടാൻ വലിയ പാട്. കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് എളുപ്പത്തിന് തന്നെ തിരിച്ചിടാം. ഇപ്പം അവനും നോവരുത് എനിക്കും നോവരുത് എന്ന രീതിയിലാണ് ഞാനിവിടെ കുത്തിമറിക്കുന്നത് കേട്ടോ. നമ്മുടെ സാമ്പാറിന് ശൂഷൂന്ന് ശബ്ദമൊക്കെ വന്നു തുടങ്ങിയ കൂട്ടുകാർ. അവൻ ഏകദേശം സെറ്റായി.
ഞാൻ ഒരു വിസിൽ, നമ്മുടെ കുക്കറിനകത്ത് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ, ഒന്നേ അടുപ്പിക്കത്തുള്ളൂ. ഭയങ്കര പേടിയായിരുന്നു എനിക്ക് കേട്ടോ ഈ കുക്കർ, ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഓടുമായിരുന്നു ഈ വിസിലടിക്കുമ്പോൾ. ഇപ്പോൾ അത് പിന്നെ എന്നാലും ഒരു ചെറിയ ഭയമുണ്ട് കേട്ടോ, പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ കുറിച്ചിക്കൊട്ടനെ അതിസാഹസികമായിട്ട് ഞാൻ ഉടയാതെ തിരിച്ചിട്ടിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഇങ്ങനങ്ങ് പിടിക്കും, അഥവാ ചീറ്റാൻ വരുമ്പോൾ ധൈര്യത്തിന് ഇതേ ഇങ്ങനെ ഇതിൻ്റെ വാലെ പിടിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കും. അത്രയ്ക്ക് ധൈര്യശാലിയാണ് ഈ ഞാൻ. ഈ അവിയലിന് അരിയണം, ഞാൻ ഓരോന്നിനെ അരിയത്തുള്ളൂ കേട്ടോ. സാമ്പാറിന് അരിഞ്ഞു, അത് സെറ്റാകുമ്പോൾ നമുക്ക് കുക്കർ വേണം. എനിക്ക് കുക്കർ അവിയലാണ് ഇപ്പോൾ ഇഷ്ടം കേട്ടോ. ഈ കുക്കർ തന്നെ നമ്മൾ എടുക്കുമ്പോൾ അവിയൽ വെക്കാൻ, അപ്പോൾ നല്ല പെട്ടെന്നൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് എല്ലാം സെറ്റാകും കേട്ടോ അവിയൽ വെക്കാൻ. കുക്കർ വേറെ ഉണ്ട്, കഴുകാൻ മടി, ഇത് പിടിക്കുക ഞാൻ. മഴ തറയെ വീണു കേട്ടോ, മഴ തറയെ വീണു. നമ്മുടെ കഞ്ചായ ഇവിടെ സെറ്റായി. തേയിലവെള്ളം, നമ്മുടെ തേയിലവെള്ളം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനും ഒരു ഗ്ലാസ് കഴിക്കട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ കൂട്ടുന്നുണ്ട്. ശൂത് വിസിലടിക്കട്ടെ, അത് തകർക്കുമായിരിക്കും. പാത്രം കഴുകാനേ മടിയുള്ളവർ എന്നെ പോലെ ചെയ്താൽ മതി. ഒരു പാത്രത്തിനകത്ത് കഴുകി അങ്ങ് എല്ലാം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇവിടെ സാമ്പാറിന് കലക്കി ചേർത്തു. ഇവിടെ നമ്മൾ കലക്കി ചേർപ്പാണ് കേട്ടോ, പൊടി ഇടുവല്ല, സാമ്പാർ പൊടിയല്ല ഇടുന്നത് കേട്ടോ. സരസു എന്നെ ഓടിച്ചിട്ട് അടിക്കും, സരസുവിന് ഇഷ്ടമല്ല സാമ്പാർ പൊടി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മുളകും മല്ലിയും എല്ലാം എടുക്കത്തില്ല, അതാണ് നമ്മളിവിടെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ സരസുവിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ന് നമ്മൾ സാമ്പാർ വെച്ചേക്കുന്നത്. ചെറിയ കൂടി എടുത്തോട്ട് കടുക് വറക്കണം. ചെറിയ ഉള്ളിയൊക്കെ കടുക് വറക്കാനിട്ടില്ലെങ്കിൽ അതിനൊരു രസമില്ല, ഒരു മണമൊന്നുമില്ല കേട്ടോ. ചെറിയ ഉള്ളിയാണ് നമ്മുടെ കടുക് വറക്കാനുള്ള ഇതിനകത്ത്. എന്നാലേ ഒരു മണമൊക്കെ എടുത്തുള്ളൂ അല്ലേ കടുക് വറക്കുന്നതിന്. നമുക്ക് കുക്കർ വെച്ചിട്ട് അവിയൽ വെക്കാം. അവിയലിന് ഞാൻ അരിഞ്ഞൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ. ചേനയും ഏത്തക്കായും എല്ലാം കൂടെ ചടപടാന്ന് പറഞ്ഞു അതിൽ കൂട്ടുന്നു. ഇവിടെ നിൽക്കണമെങ്കിൽ പരിചയമാണ്, ഇതിന് പുറത്തുണ്ടാവും കിട്ടുന്നത്. ഓ, ചെറിയവനാണേലും മോശമൊന്നുമല്ല പൊട്ടലിന്. ഞാനിവിടെ ക്രീമല്ലല്ലോ, നമ്മളിവിടെ പായ്ക്കിട്ടിട്ട് മുഖം വെളുപ്പിച്ചിരിക്കും. ഈ ഒരു കുഞ്ഞാൻ കടുവ് മതി, എവിടെയെങ്കിലും ഒന്ന് തെറിച്ച് രൂപഭേദം മാറ്റാൻ കേട്ടോ. അത്ര മതി പൊട്ടിയത്, വലിയ പൊട്ടണ്ട, നീ അത്ര പൊട്ടിയാൽ മതി കേട്ടോ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇനി നമുക്കേ അവിയലിനങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സാമ്പാറിന് ഉപ്പ് നോക്കുന്നു നിങ്ങളാണെങ്കിലും. സരസും ഇന്നലെ പറഞ്ഞു കേട്ടോ, ഞാൻ സാമ്പാർ വെച്ച് കൊടുത്തു, അന്നേരം നല്ലതാണ് പറഞ്ഞു. അന്നേരം ഇന്നലെയും പറഞ്ഞു. ഞാൻ വിചാരിച്ചു സരസുവിൻ്റെ ആഗ്രഹയിൽ അടിപൊളി, ഇത് ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല പിള്ളേരെ, സൂപ്പറാണ് ഇന്നത്തെ സാമ്പാർ. എൻ്റെ ദൈവമേ, ഇപ്പോഴത്തെ പച്ചമുളകിന് എന്തൊരു എരിയാണെന്നറിയാം, ഭയങ്കര എരിയ കേട്ടോ. 1 2 ഇടപെടുത്തേന് വയറ് മൊത്തം നീക്കല. അങ്ങനെ നമ്മുടെ സാമ്പാർ ശരിയായി. ഇനി ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട്, എൻ്റെ കൊച്ചിന് ഇഷ്ടമല്ല ഈ പാത്രം മാറ്റി ഉപയോഗിക്കുന്ന. അമ്മ വെക്കുന്ന പാത്രത്തിനകത്ത് തന്നെ വെച്ചേക്കണം, അവർക്കറിയാം അതിൻ്റെ കൂട്ടൻസ് രുചിയൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ മടിച്ചായതുകൊണ്ട് ഞാൻ മാറി വെക്കുന്നു കേട്ടോ. ഇങ്ങനെ പാത്രം കഴുകി വെക്കുന്നു. എന്തിനും ഇടിക്കുക ഞാൻ. കയ്യൊന്ന് കഴിയട്ടെ, നിങ്ങളും കഴിയും. ഉപ്പ് നോക്കിയിട്ട് ഈ പിന്നെ കയ്യും കഴുകത്തില്ലെന്ന് അല്ലേ. അവിയൽ വയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയൽ സെറ്റായി. അപ്പം ഞാൻ എന്തൊക്കെയാണ്, നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള പാചകങ്ങളാണ്.
നമ്മളിവിടെ ചുവന്നുള്ളി അരയ്ക്കുവാണെങ്കിൽ ചില സ്ഥലത്ത് വെളുത്തുള്ളിയാണ്. അപ്പം എന്തിനാ ഇങ്ങനെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്നത്? അപ്പോൾ കമൻറ്റിനകത്ത് രേഖപ്പെടുത്തും, ചേച്ചി നമ്മുടെ ഇവിടെ വെളുത്തുള്ളിയാണ്. ഞാൻ എന്തേലും പറയും നമ്മുടെ ഇവിടെ ചുവന്നുള്ളിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിവിടെ വെളുത്തുള്ളിയും ജീരകം അതൊക്കെയാണ് അവിയലിന് അരയ്ക്കുന്നത് കേട്ടോ. പിന്നെ ചിലപ്പോൾ സവാള ചിലപ്പോൾ ഞാനൊന്ന് ചേർക്കും. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ അങ്ങ് എടുത്തിടുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പരീക്ഷിക്കും. ഞാൻ പരീക്ഷിക്കും കേട്ടോ, ഓരോ പാചകങ്ങൾ പരീക്ഷിക്കും. അത് ചേർത്താൽ എങ്ങനെയായിരിക്കും, നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അവർക്കിഷ്ടമാവുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോഴേ നമ്മളത് ഈ അവിയലിനകത്ത് പച്ച വെളിച്ചെണ്ണ കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അങ്ങ് അടച്ച് വെച്ചേക്കാം. അപ്പോഴേ നമ്മുടെ അവിയൽ കൂട്ടൽ പച്ചക്കറിയും എന്താ നമ്മുടെ ചേനയും ഒക്കെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ചേനയാണെങ്കിലേ ചൊറിച്ചിലായിരുന്നു, കുഴപ്പമില്ല. കഴിച്ചു നോക്കിയപ്പം ചൊറിച്ചിലില്ല. അപ്പോഴേ എനിക്ക് തോന്നിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴേ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി. എൻ്റെ അടപ്പന്തി അപ്പോഴേ നമ്മുടെ സരസ്വതിന് ചിലപ്പോൾ ഇപ്പം വിശക്കും, നേരത്തെ അങ്ങ് വിശക്കും കേട്ടോ. ഗുളികയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വയലൻ്റ് ആവും. അപ്പോഴും ഞാനിനി ചോറൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കള എന്തൊക്കെയായിരുന്നു? സുപ്പ് ഉണ്ടാക്കിയത്, മീൻ പറ്റിച്ചത്, മീൻ വറുത്തത്, അവിയൽ, സാമ്പാർ, നാരങ്ങ അച്ചാറുണ്ട്, പപ്പടം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടില്ല, അതിൻ്റെ പപ്പടം കാച്ചൊക്കെ. പിന്നെ കടു വറക്കാൻ നമ്മൾ എന്തായാലും ചേർത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴേ ഈ ചോറൊക്കെ എനിക്കിപ്പോൾ ഇതാണ് എളുപ്പം കേട്ടോ. നമ്മൾ വേറെ പാത്രത്തിനകത്ത് വയ്ക്കുന്നതിനേക്കാളും എനിക്കിപ്പോൾ എളുപ്പം അവിയൽ വെക്കാൻ കുക്കറാണ് എനിക്കിഷ്ടം കേട്ടോ. പെട്ടെന്ന് എല്ലാം അങ്ങ് വേവുകയും ചെയ്യും, എളുപ്പം കാര്യം നടക്കുകയും ചെയ്യും. അപ്പോഴേ ഞങ്ങളെ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഞാൻ കഴിക്കുന്നില്ല ഇപ്പോഴേ, സരസ്വന് കൊടുക്കട്ടെ കേട്ടോ. അമ്മമാരൊക്കെയുള്ള വീടുകളിലാണെങ്കിലേ ചിലപ്പോൾ നമ്മൾ വെക്കാനൊക്കെ ഇച്ചിരി താമസിച്ച് പോയി, ഇച്ചിരി വൈകിപ്പോയി കറികളൊക്കെ വേവാൻ. അതിനുണ്ടല്ലോ ഞാൻ നമ്മുടെ സരസ്വനെ പറ്റിക്കുന്നതായിട്ടോ. ഇപ്പം കറക്റ്റ് ഒരു മണിയായി. ഞാൻ 12:30 നമ്മുടെ സൂര്യ 12:30, ഇപ്പം 12:35 കഴിഞ്ഞ് കേട്ടോ. എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? 1 മണിയായി കറക്റ്റ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇതിൽ 12:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ ബുദ്ധി നിങ്ങൾക്കും ചെയ്യും കേട്ടോ. ആരോടും പറഞ്ഞൊന്നും കൊടുക്കേണ്ട പിള്ളേരെ. സമയം കണ്ടോ, 1:05 ആയി കേട്ടോ. എൻ്റെ ബുദ്ധി ഇപ്പം ഇന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളും. അങ്ങനെ നമ്മളെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ ഉണ്ടു, സാമ്പാറും അവിയലും മീൻ വറുത്തതും മീൻ തോരനും ഒക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടിട്ട് നമ്മുടെ PA വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാമ്പിനെയൊക്കെ കണ്ടായിരുന്നു സന്ധ്യയ്ക്ക്. അതേ ഈ ടയറിനകത്തൊരു ചെടി ഞാൻ നട്ടിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് മാറ്റി ഞങ്ങളിവിടെയൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് മാറ്റി വെച്ചു. ചട്ടിയൊക്കെ ഒന്ന് അകത്ത് വെച്ച് ഞാൻ നമ്മളിതൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ ഇന്നും ഇതൊക്കെ ഒന്ന് മാറ്റി. ഇനി ഇവിടെ കുറച്ച് പോച്ചയൊക്കെ ഉണ്ട്, അതൊക്കെ പറിക്കണം കേട്ടോ. പോച്ച പറിക്കാനിരിക്കുന്നത് എന്നെ കാണണോ നിങ്ങൾക്ക്? മുറ്റത്തെ പോച്ച പറിക്കാൻ കുത്തിയിരിക്കുക മടിയോട് മടി. എനിക്കറിയത്തില്ല എന്തൊരു മടിയാവുന്നു. ഇവിടുത്തെ പോച്ച എല്ലാം പറിക്കണം എന്നും വിചാരിച്ചിരിക്കുകയാണ്. കണ്ണാടിയായിട്ടൊക്കെ ഇറങ്ങിയപ്പോൾ പോച്ച പറിക്കാൻ. എന്താ ദൈവമേ, എനിക്ക് വയ്യ. അത്രയും സൈഡിലെ പോച്ചയെല്ലാം നമ്മൾ തീർത്തു കേട്ടോ. ഇനി നമുക്ക് ഈ നമ്മുടെ തെറ്റിയുടെ അടുത്തുള്ള പോച്ചയെല്ലാം നമുക്ക് പറിക്കണം. നമ്മുടെ ഈ പിച്ചി സുന്ദരി ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഈ സുന്ദരിയെ കാണാനില്ല കേട്ടോ. അടങ്ങിയിരിക്കും. അപ്പോഴേ എനിക്ക് വയ്യ കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിച്ചതാട്ടോ. നമുക്ക് മുറ്റത്തൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാം. സുപ്പൂന് പോച്ച പറിക്കുമ്പോൾ ഒരു തളർച്ചയൊക്കെ വരും. അന്നേരം ഇങ്ങനെ കയറി ഇരുന്നിങ്ങനെ കാറ്റ് കൊള്ളാനാണ് നമ്മളിത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചട്ടിക്കകത്തല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് അടുക്കള വിശേഷമൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് കുഞ്ഞ് അടുക്കള വിശേഷമായിരുന്നു, കുഞ്ഞി പാചകങ്ങളും ഒക്കെ ആയിരുന്നു. ക്യാമറ വുമൺ ഇങ്ങോട്ട് വന്ന് എന്നെ കാണുന്നില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോഴേ ഈ സുപ്പുവിൻ്റെ കുഞ്ഞ് അടുക്കള വിശേഷങ്ങളും അല്ലാതുള്ള ബ്യൂട്ടി ടിപ്പുമായിട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ വരാം കേട്ടോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. റെസിപ്പി നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഫുഡുകൾ അത്ര സ്പൂൺ ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കേട്ടോ, കാണുന്നവർ ആദ്യമായിട്ടൊക്കെ കാണാൻ പോയി ഈ പെണ്ണുമ്പോൾ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും.
കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്ഥിരം കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് നമ്മളങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയത്തില്ലല്ലോ. അവിയലിനും സാമ്പാറിനും ഒക്കെ എന്തിൻ്റെ റെസിപ്പി പറയാൻ, മീൻ പറ്റിച്ചതിനൊക്കെ കേട്ടോ. അവിടെ തട്ടിക്കൂട്ട് പാചകങ്ങളാണ് കൂട്ടുകാരെ ഈ സുപ്പുവിൻ്റെ. ജീവിച്ചു പോകണ്ട ഇവിടെ. അവിടെ നമുക്ക് നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും വരണം. സരസു ദേ എന്നെ ഉണ്ട കണ്ണും കൊണ്ട് നോക്കി പേടിപ്പിക്കുന്നു. ഇവളവിടെ ചെന്നിരുന്ന് എന്തോ എടുക്കുക, പോച്ച പറിക്കാൻ ഇറങ്ങിയവളാണോ എന്ന് പറഞ്ഞ് സരസു ദേ ഇവിടെ വന്നിരുന്നു. സരസു, ഞാൻ പോച്ച പറിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ നേരത്തെ ഒരു ടിപ്പ് പറഞ്ഞു തന്നല്ലോ, സമയം മാറ്റി എന്നപ്പോൾ കേട്ടോ. അമ്മായിമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞി കുരുത്തക്കേടുകളൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും